കോൺഗ്രസ് കവളങ്ങാട് ബ്ലോക്ക് കമ്മിറ്റിയുടെ പരിധിയിലുള്ള 5 ഗ്രാമപഞ്ചായത്തുകളിലും UDF തരംഗമുണ്ടായത് കോൺഗ്രസ് നേതാക്കളുടെ വിലയിരുത്തൽ. പല്ലാരിമംഗലത്ത് LDF തൂത്തെറിയപ്പെടും. കവളങ്ങാട് പിടിച്ചെടുക്കുമെന്നും വാരപ്പെട്ടിയിലും കുട്ടമ്പുഴയിലും കീരമ്പാറയിലും ഭരണം നിലനിർത്തുമെന്നും ബ്ലോക്ക് പ്രസിഡന്റ് ബാബു ഏലിയാസ് പറഞ്ഞു. ബ്ലോക്ക്, ജില്ലാ ഡിവിഷനുകളിലും സമ്പൂർണ്ണ വിജയമാണ് UDF കണക്കുകൂട്ടുന്നത്. കോൺഗ്രസിന്റെ കവളങ്ങാട് ബ്ലോക്ക് കമ്മിറ്റിയുടെ പരിധിയിൽ UDF സമ്പൂർണ്ണ വിജയം നേടുമെന്നാണ് നേതാക്കൾ അവകാശപ്പെടുന്നത്. നിലവിൽ ഭരണം നടത്തുന്ന പഞ്ചായത്തുകൾ നിലനിർത്തുന്നതിനോടൊപ്പം 2 പഞ്ചായത്തുകൾ പിടിച്ചെടുക്കുമെന്നുമാണ് കണക്കുകൂട്ടൽ. കീരമ്പാറയിലും കുട്ടമ്പുഴയിലും വാരപ്പെട്ടിയിലും ഭരണം നിലനിർത്തുമെന്നാണ് വാദം. പല്ലാരിമംഗലവും കവളങ്ങാടും LDFിൽ നിന്ന് പിടിച്ചെടുക്കാനും കഴിയുമെന്ന് ബ്ലോക്ക് പ്രസിഡന്റ് ബാബു ഏലിയാസ് പറഞ്ഞു. പല്ലാരിമംഗലത്ത് 14 വാർഡുകളിലും വിജയിച്ച് LDFിനെ തൂത്തെറിയാൻ കഴിയുമെന്നാണ് വിലയിരുത്തൽ. UDFിന് അനുകൂലമായ തരംഗം വോട്ടെടുപ്പ് ദിവസം പ്രകടമായെന്നും നേതാക്കൾ പറയുന്നു. എന്തായാലും വളരെ കോൺഫിഡൻസോടുകൂടി ഞങ്ങൾക്ക് പറയാൻ പറ്റും, ഈ 5 പഞ്ചായത്തിലും നിർത്തിയിരിക്കുന്ന സ്ഥാനാർത്ഥികൾ വിദ്യാഭ്യാസമുള്ളവരും പ്രായം കുറഞ്ഞവരുമാണ് ഞങ്ങൾ സെലക്ട് ചെയ്തിട്ടുള്ളത്. അവരാണ് ജനാധിപത്യ മുന്നണിക്ക് വേണ്ടി, ഐക്യജനാധിപത്യ മുന്നണിക്ക് വേണ്ടിയിട്ട് ആളുകളുടെ മുന്നിൽ വോട്ട് ചോദിക്കാൻ വന്നതും ആ വോട്ടിന് വേണ്ടിയിട്ട് ഈ സർക്കാരിനെ എതിർത്തുകൊണ്ടുള്ള വോട്ടാണ് ഇന്ന് പ്രസക്തമായ കാര്യമെന്ന് ബോധ്യപ്പെടുത്താൻ അവർക്ക് കഴിഞ്ഞിട്ടുണ്ട്. ഈ 5 പഞ്ചായത്തുകളിലും ഈ വരുന്ന ശനിയാഴ്ച വോട്ടെണ്ണി കഴിയുമ്പോൾ ഐക്യജനാധിപത്യ മുന്നണിയുടെ നേതൃത്വത്തിലുള്ള ഭരണം ഏറ്റെടുക്കുമെന്ന് 100% ഞങ്ങൾക്ക് ഉറപ്പുണ്ട്. സംസ്ഥാന സർക്കാരിന്റെ പ്രവർത്തനങ്ങൾക്കെതിരായ ജനവികാരവും മികച്ച സ്ഥാനാർത്ഥികളെ അവതരിപ്പിച്ചതുമാണ് UDFിന് അനുകൂലമായതെന്ന് ബാബു ഏലിയാസ് വിശദീകരിച്ചു. UDFിന്റെ ഒറ്റക്കെട്ടായ പ്രവർത്തനവും നേട്ടമായി. 9 വർഷക്കാലമായി കോതമംഗലത്തിന് നേതൃത്വം കൊടുക്കുന്ന ഇവിടുത്തെ ഒരു MLA ഈ നാട്ടിലെ ഒരു വികസനം, പ്രത്യേകിച്ച് കുട്ടമ്പുഴ പഞ്ചായത്തിൽ നിരവധി പാലങ്ങളൊക്കെ പണിയേണ്ട ഒത്തിരി സമയം കഴിഞ്ഞു. ഒരു കാര്യവും ഇതുവരെ തീർപ്പായി ചെയ്തിട്ടില്ല. ഇതെല്ലാം ഒരു പ്രതിഷേധത്തിൻ്റെ ഭാഗമായി കാണാം. അതുപോലെ തന്നെ പുതിയ റോഡുകളില്ല, പുതിയ പാലങ്ങളില്ല. പ്രത്യേകിച്ച് വനമേഖലയുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന കേരളത്തിലെ ഏറ്റവും കൂടുതൽ വനമേഖലയുള്ളൊരു പഞ്ചായത്ത് കൂടിയാണ് കവളങ്ങാടും കീരമ്പാറയും അതുപോലെ തന്നെ കുട്ടമ്പുഴയും ഉള്ളത്. അവിടെ ആ മേഖലകളിലെ ജനങ്ങൾക്ക് ജീവിക്കാൻ പറ്റാത്തൊരവസ്ഥ വന്നിരിക്കുന്നു. അതിന് അവർ പ്രതിഷേധം ഈ തെരഞ്ഞെടുപ്പിലൂടെ അവർ കാണിക്കുമെന്ന കാര്യത്തിൽ വ്യക്തമായ ഒരു നിലപാട് അവർക്കുണ്ട്. ഗ്രാമപഞ്ചായത്ത് വാർഡുകൾക്കൊപ്പം ബ്ലോക്ക് ഡിവിഷനുകളും ജില്ലാ ഡിവിഷനുകളും സ്വന്തമാക്കാൻ കഴിയുമെന്നും UDF കണക്കുകൂട്ടുന്നുണ്ട്. ന്യൂസ് ഡെസ്ക് GTV ന്യൂസ്.